നമ്മുടെ കുരുമുളക് ചെടിയിൽ നിറയെ കുരുമുളകിൻ്റെ തിരികൾ വീണിട്ടുണ്ട്. ചെറിയ ചട്ടിയിലാണ് ഇത് നിൽക്കുന്നത്. ഇതിന് നമ്മൾ ചെയ്യുന്നത്, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ നട്ടിരിക്കുന്ന കുറ്റിക്കുരുമുളകിൻ്റെ വിശേഷങ്ങളാണ്. അതിൻ്റെ പരിപാലനവും വളമിടിയിലും ഒക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നട്ടിരിക്കുന്ന കുറ്റിക്കുരുമുളക് ചെടിയാണ് നമ്മൾ കാണുന്നത്. ഇതിലെല്ലാം നിറയെ തിരികളൊക്കെ വീണിട്ടുണ്ട്. എല്ലാ കുരുമുളക് ചെടിയിലും തിരികളുണ്ട്. ഏകദേശം നമുക്ക് ആവശ്യത്തിന് പറിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ ഒരു വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ കുരുമുളക് നമുക്കിതിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ സാധിക്കും. നടിയിൽ വീഡിയോ ഒക്കെ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ കുരുമുളക്, ഇത്രയും ഗ്രോത്തായി വളർന്നു നിൽക്കുന്ന ഈ കുരുമുളക് ചെറിയ തൈ മേടിച്ച് നട്ടിട്ടുള്ള വീഡിയോ ചാനലിലുണ്ട്. നമ്മുടെ ചാനൽ കാണാത്തവർ പോയി കാണുക. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഓരോ കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വീട്ടിലോട്ട് ഉപയോഗിക്കാൻ പറ്റിയ കുരുമുളക് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ കുരുമുളകൊക്കെ മേടിക്കുന്നത് പുറത്ത് കടയിൽ നിന്നൊക്കെയാണ്. അത് ഏറ്റവും നല്ല കുരുമുളക് നമുക്ക് ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീടുകളിൽ ഇതുപോലെ നമ്മൾ കുരുമുളക് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് നമുക്ക് ഇതിൽ നിന്ന് തന്നെ പറിച്ച് നമ്മുടെ വീടുകളിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ കുരുമുളക് ചെടി നടുവാൻ എല്ലാവരും മടി കാണിക്കുന്നു. ഇതിന് ഒത്തിരി സ്ഥലം പോകും, അല്ലെങ്കിൽ വലിയ കമ്പൽ അല്ല മരങ്ങളൊക്കെ വേണം അതിൽ കയറ്റിവിടാൻ എന്നൊക്കെയുള്ള ആ ഒരു കാരണത്താലാണ്. എന്നാൽ ഇതുപോലെ കുറ്റിക്കുരുമുളക് ചെടി നമ്മുടെ വീടുകളിൽ നമുക്ക് വെക്കാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് കമ്പോ മരങ്ങളോ ഒന്നും വേണ്ട. ഇതുപോലെ ഒരു ചട്ടിക്കുള്ളിൽ ഇതുപോലെ ഈ കുരുമുളകുകൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിറയെ കുരുമുളക് ഇതിലുണ്ടായി നമുക്ക് ആവശ്യമുള്ള കുരുമുളക് നിന്ന് പറിച്ച് നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗിക്കാം. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ആവശ്യമുള്ള, എന്നും നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് കുരുമുളക്. അപ്പോൾ മായമില്ലാതെ നമുക്കിത് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളിൽ വീടുകളിൽ തന്നെ വെച്ച് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാ വീടുകളിലും ഇതുപോലെ ഓരോ കുരുമുളക് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്ക് തന്നെ ഇതുപോലെ നട്ടുപിടിപ്പിച്ച് കുരുമുളക് പറിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ഈ കുരുമുളക് ചെടിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് വാട്ടൽ രോഗങ്ങളും അതുപോലെ ഉള്ള രോഗങ്ങളൊന്നും വരാതിരിക്കുവാൻ നമ്മൾ ഇതിനെ ഫംഗിസൈഡുകൾ കുരുമുളക് ചെടിയിൽ അടിച്ചു കൊടുക്കേണ്ടതാണ്. സൂഡോമോണോസ്, സാഫെ എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടുന്ന ഫംഗിസൈഡുകൾ മേടിച്ച് വെള്ളത്തിൽ കലർത്തി നമ്മൾ ഇതിനെല്ലാം ഒരു 20 ദിവസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ കുരുമുളക് ചെടിയുടെ വാട്ടൽ രോഗങ്ങൾ, അങ്ങനെയുള്ള ഇലമുരടിപ്പ്, അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് കൂടുതൽ മാറ്റം കാണുവാൻ സാധിക്കും. നല്ലപോലെ തന്നെ നമ്മുടെ കുരുമുളകെല്ലാം ഗ്രോത്തോടുകൂടി വളരുന്നതും നല്ല തിരികളിട്ട് കുരുമുളക് നമുക്ക് തരുന്നതും കാണാൻ സാധിക്കും. അതുപോലെ നിലത്ത് കുഴിച്ചു വെക്കുന്ന കുരുമുളകാണെങ്കിൽ അത് നിന്ന് തന്നെ വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ അതിന് സാധിക്കും. നമ്മൾ ചട്ടിയിൽ കുരുമുളക് ഇതുപോലെ നടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളമാണ് ഇതിൻ്റെ എനർജി. അപ്പം ആവശ്യത്തിന് വളം കറക്റ്റ് സമയത്ത് കുരുമുളക് ചെടിക്ക് കൊടുക്കാൻ ശ്രമിക്കണം. എല്ലുപൊടി, വേപ്പുപൊടി, ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ചോടുകളിൽ ഇട്ടുകൊടുത്താൽ ഇതിൻ്റെ വേര് ഒക്കെ നല്ലവണ്ണം എടുത്ത് നല്ല റിസൾട്ട് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത് കാണാം. എല്ലാവരും ഇതുപോലെ കുരുമുളക് വീടുകളിൽ വെച്ചു പിടിപ്പിക്കാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.